ഏവർക്കും സ്വാഗതം, നമസ്കാരം, സ്വാഗതം, സമാധാനം. ഞായറാഴ്ച തോറുമുള്ള വചന അധിഷ്ഠിതമായ ആത്മീയ അന്വേഷണത്തിലേക്ക് ഒരിക്കൽ കൂടെ അവരെയും സ്വാഗതം ചെയ്യാൻ സാധിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഇന്ന് യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തെ ആസ്പദമാക്കി ചില ചിന്തകൾ വിശ്വാസ സമൂഹത്തിൻ്റെ, പ്രത്യേകിച്ച് സഭകളുടെ കാഴ്ചപ്പാടിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രത്യേകമായ അവസ്ഥയെപ്പറ്റി അല്പം ബോധമുണ്ടാകുക, അല്ലെങ്കിൽ ബോധമാർജിക്കുവാനായി ശ്രമിക്കുക എന്നതാണ് ലക്ഷ്യം. ഞാൻ ആ വാക്യം ഒന്ന് വായിക്കട്ടെ. ഞാൻ വാതിലാകുന്നു, ഞാൻ വാതിൽ ആകുന്നു. എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. അവൻ അകത്തു വരികയും പുറത്തു പോകുകയും മേച്ചിൽ കണ്ടെത്തുകയും ചെയ്യും. ഞാൻ വാതിലാകുന്നു, എന്നിൽ കൂടെ അകത്ത് കടക്കുന്നവൻ രക്ഷപ്പെടും. അവൻ അകത്ത് പ്രവേശിക്കുകയും പുറത്തേക്ക് പോവുകയും മേച്ചിൽ പുറങ്ങൾ കണ്ടെത്തുകയും ചെയ്യും. ഇതാണ് യേശു പറഞ്ഞത്. ഈ ഒരു ദർശനത്തിന് എന്ത് സംഭവിച്ചു എന്നറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇതിനോടനുബന്ധമായിട്ട് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം, ലൗദോക്യ സഭയുടെ പശ്ചാത്തലത്തിൽ യേശു പറയുന്നത്, കണ്ടാലും ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അകത്ത് വരികയും അവനോടുകൂടെ അത്താഴം കഴിക്കുകയും ചെയ്യും. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, വാതിലാകുന്നവനാണ് വാതിലിന് അകത്ത് വരാൻ അനുവാദമില്ലാതെ വെളിയിൽ നിന്ന് മുട്ടിക്കൊണ്ടിരിക്കുന്നത്. മതമേഖലയിൽ സ്ഥിതി ചെയ്യുന്ന വിരോധാഭാസത്തെ ഇതിനേക്കാൾ മേൽത്തരമായി അവതരിപ്പിക്കുവാൻ ഒരു വിധത്തിലും, ഒരു ഭാഷയിലും, ഒരു വിഭാവനയിലും ആർക്കും സാധ്യമല്ല. അത് നമ്മുടെ ശ്രദ്ധയിൽപ്പെടാതെ പോകുന്നത് മറ്റൊരു കാര്യം. നിങ്ങൾ അല്പം ഒന്ന് ചിന്തിച്ചാൽ വാസ്തവത്തിൽ ഞെട്ടി വിറച്ചു പോകും. യേശു ആരാണ്? വാതിലാണ്. വാതിലിലൂടെയാണ് അകത്ത് കിടക്കേണ്ടത്. ആ വാതിലായ യേശുവിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? വാതിലിന് വെളിയിലാണ്. ആ വാതിലിൽ കൂടെ മനുഷ്യർ യേശുവിനെതിരെ അടച്ച വാതിലിലൂടെ അകത്ത് കിടക്കുവാൻ അനുവാദമില്ലാത്തവനായി യേശു വെളിയിൽ നിൽക്കുന്നു. ഇതൊരു മാറ്റമാണോ അല്ലയോ? നിങ്ങൾ ദയവായി ചിന്തിക്കണം എന്ന ഒരു ചെറിയ അഭ്യർത്ഥന എനിക്കുണ്ട്. വാതിലായവനെ വാതിലിൻ്റെ പുറത്ത് മാത്രം നിർത്തുകയും അവൻ അകത്ത് കിടക്കുവാൻ അനുവാദമില്ലാത്ത ഒരു വ്യവസ്ഥിതി സൃഷ്ടിക്കുകയും ചെയ്തതിൻ്റെ പേരാണ് ക്രിസ്തുമതം എന്നത് തിരിച്ചറിയുന്നവർ ഭാഗ്യവാന്മാർ. അവർക്ക് കുറഞ്ഞ പക്ഷം സാമാന്യ ബുദ്ധിയെങ്കിലും ഉണ്ടാകും. ഇതാണ് അടിസ്ഥാനപരമായി എനിക്ക് എവരോടും സാക്ഷ്യം ചെയ്യാൻ. ഇത് സംബന്ധമായ ചില ചിന്തകൾ. യേശു എന്തുകൊണ്ടാണ് തന്നെ വഴി എന്ന ആ ഒരു സങ്കല്പത്തിൽ കൂടെ, അല്ലെങ്കിൽ ഒരു പ്രതീകത്തിൽ കൂടെ, മെറ്റഫറിൽ കൂടെ അവതരിപ്പിച്ചത്? വഴി അല്ലെങ്കിൽ വാതിൽ. ഇവിടെ വാതിൽ, വഴി വേണ്ടാതെ 10-ാം അധ്യായത്തിൻ്റെ 14-ാം അധ്യായത്തിലാണ്. നാം 10-ാം അധ്യായത്തിൽ തന്നെ പരിമിതപ്പെട്ട് ചിന്തിക്കും. അത്യാവശ്യമെന്ന് തോന്നിയാൽ നമുക്ക് 14-ാം അധ്യായത്തിലേക്കും ശ്രദ്ധ തിരിക്കാം. തൽക്കാലം അത് വേണ്ട. ഞാൻ വാതിലാകും. എന്തുകൊണ്ടാണ് ഈ വാതിൽ എന്ന് പറയുന്ന പ്രതീകം അവിടെ ഉപയോഗിക്കാൻ കാര്യം? നമുക്ക് സാമാന്യ ബുദ്ധി ഇപ്പോഴും ഉണ്ടല്ലോ. വാതിൽ, കെട്ടിടം പണിയുമ്പോൾ വാതിൽ എന്തിനാണ് അവിടെ സൃഷ്ടിക്കുന്നത്? അകത്ത് കിടക്കാൻ മാത്രമാണോ? വാതിലെന്ന് പറയുന്നത് 2 ദിശയിലേക്കുമുള്ള യാത്രയെ സൂചിപ്പിക്കുന്നില്ലേ? അത് യേശു ഇവിടെ പറയുന്നുണ്ട്. അകത്ത് കിടക്കുകയും പുറത്തേക്ക് പോവുകയും പുതിയ മേച്ചിൽപ്പുറം കണ്ടെത്തുകയും ചെയ്യുന്നല്ലേ യേശു പറയുന്നത്. അകത്ത് കിടക്കുന്നവൻ പിന്നെ ഒരിക്കലും
വെളിയിൽ കടന്ന് സൂര്യപ്രകാശം കാണാൻ ഇടയാകയില്ലെന്നാണ് യേശു പറയുന്നത്. പക്ഷെ അങ്ങനെ ഒരു സംവിധാനമാണ് നമ്മൾ സൃഷ്ടിച്ചു വച്ചിരിക്കുന്നത്. അപ്പോൾ യേശുവിൽ കൂടെ അകത്ത് കടക്കുന്നവൻ ഒരിക്കലും ഒരു ആലയത്തിൽ അടയ്ക്കപ്പെട്ട ആടായി തീരുകയില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അവർക്ക് അകത്ത് കിടക്കാൻ മാത്രമല്ല, പുറത്തേക്ക് പോകുവാനും പുതിയ മേച്ചിൽപ്പുറങ്ങൾ കണ്ടെത്തുവാനും. ഈ ഒരു ആശയം പറഞ്ഞാൽ സഭകൾ ഞെട്ടി വിറയ്ക്കും എന്നതിന് വല്ല സംശയമുണ്ടോ? ഞാൻ നിങ്ങളോട് വീണ്ടും 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 ചോദിക്കുന്നു, അകത്ത് കിടക്കുവാനും പുറത്തേക്ക് പോകുവാനും പുതിയ പുറങ്ങൾ കണ്ടെത്തുവാനുമുള്ള സ്വാതന്ത്ര്യം വിശ്വാസിക്ക് അനുവദിക്കുന്ന ഏതെങ്കിലും ഒരു സഭയെ നിങ്ങൾക്കറിയാമോ? അകത്ത് കടന്നാൽ നീ ഒരിക്കലും വെളിയിലെ വെട്ടം കാണരുത് എന്ന് മാത്രം കട്ടായം പിടിക്കുന്ന സഭകൾ മാത്രമേ ഈ ഭൂമിയുടെ പരപ്പിലുള്ളൂ. അതുകൊണ്ട് സഭയുടെ അവസ്ഥയും കാഴ്ചപ്പാടും സംവിധാനത്തിൻ്റെ ആ രീതിയുമൊക്കെ പരിശോധിച്ചാൽ യേശു തന്നെപ്പറ്റി അവതരിപ്പിച്ച ആ ഒരു കാഴ്ചപ്പാടിൻ്റെ 100% ഖണ്ഡനമാണ് ഇപ്പോൾ സൃഷ്ടിച്ചു വച്ചിരിക്കുന്നത് എന്ന് കേൾക്കാൻ ചെവികളുവാൻ കേൾക്കട്ടെ. ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ വിശ്വാസികൾ ഞെട്ടി വിറച്ച് ഓടി രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. അവരെല്ലാം യേശുവിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നു. അവർ ഹൃദയം യേശുവിന് വേണ്ടി കൊടുത്തു, പക്ഷെ മനസ്സ് കൊടുത്തെന്നാരും. ഞാൻ അനേക സാക്ഷ്യം പറഞ്ഞു കേട്ടിട്ടുണ്ട്. എൻ്റെ ചെറുപ്പം മുതൽ എനിക്കൊരു 7 വയസ്സായപ്പോൾ തൊട്ടെങ്കിലും അനേകായിരം സാക്ഷ്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. അതിലൊരു സാക്ഷ്യത്തിൽ പോലും എല്ലാ സാക്ഷികളും പറയുന്നത് കന്യമാസം 12-ാം തീയതി അല്ല ജൂലൈ മാസം 18-ാം തീയതി ഞാൻ എൻ്റെ ഹൃദയം യേശുവിന് കൊടുത്തു എന്ന് പറയുന്നു. ഞാൻ ഇന്ന് വരെ കേട്ട ഒരു സാക്ഷ്യത്തിൽ പോലും ഞാൻ എൻ്റെ മനസ്സിൽ യേശുവിന് ഇടം കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഭാഗ്യമുള്ളവർ. ഹല്ലേലൂയ. ഇതിലൊക്കെ ഒരു സത്യം മറഞ്ഞു കിടപ്പുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് പരാമർശിക്കുന്നത്. അപ്പോൾ യേശു പറയുന്നത് ഞാൻ വാതിലാകുന്നു. വാതിലാണെങ്കിൽ അതിന് 2 ദിശയിലേക്കും മനുഷ്യർക്ക് കടന്നു പോകുവാനുള്ള സ്വാതന്ത്ര്യം അത് സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അകത്തേക്ക് കടന്നു വരാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, നിങ്ങൾക്ക് വെളിയിലേക്ക് പോകാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്തുകൊണ്ടാണ് ആ സ്വാതന്ത്ര്യം മനുഷ്യന് ആവശ്യമുള്ളത്? മനുഷ്യൻ നിർമ്മിക്കുന്ന ചട്ടക്കൂടുകൾ, സംവിധാനങ്ങൾ, സഭാപരമായ ക്രമീകരണങ്ങൾ എത്ര ഉദാത്തമാണെങ്കിലും അതിന് സാരമായ പരിമിതികളുണ്ട്. ദൈവീകത്വത്തിന്റെ പൂർണ്ണതയെ ഉൾക്കൊള്ളുന്ന ഒരു സംവിധാനവും മനുഷ്യന് സഭ എന്ന സങ്കല്പത്തിൽ കൂടെ ഈ ലോകത്തിൽ സൃഷ്ടിക്കുവാൻ സാധ്യമല്ല. യേശുക്രിസ്തുവിന്റെ വ്യക്തിത്വത്തിന്റെ പൂർണ്ണതയെ ഉൾക്കൊള്ളുവാൻ പര്യാപ്തമായ ഒരു സഭയും ഈ ഭൂമിയുടെ പരപ്പിലില്ല. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് യേശുവിൻ്റെ ശരീരരക്തങ്ങളെ പറ്റി കഴിഞ്ഞ എത്രയോ നൂറ്റാണ്ടുകളായി മനുഷ്യൻ നടത്തിയിട്ടുള്ള ചോര ചിന്തൽ. ഇപ്പോൾ ഒരു പുരോഹിതൻ അപ്പകഷ്ണവും വീഞ്ഞുമെടുത്തിട്ട് യേശുവിൻ്റെ ശരീരവും രക്തവും ആക്ഷരികമായി തീരുന്നു, അല്ല അങ്ങനെ ആയിത്തീരുന്നില്ല എന്ന് പറയുമ്പോൾ കത്തോലിക്കനും പ്രൊട്ടസ്റ്റന്റുകാരും തമ്മിലുള്ള യുദ്ധം എത്ര നാൾ നടന്നതാണ്. ഇത് യേശുക്രിസ്തുവിന്റെ വ്യക്തിത്വത്തിന്റെ പൂർണ്ണത ഉൾക്കൊള്ളുവാൻ കത്തോലിക്കർക്കോ പ്രൊട്ടസ്റ്റന്റ് വിഭാഗങ്ങൾക്കോ കഴിഞ്ഞിരുന്നുവെങ്കിൽ അവർ എന്നേ രമ്യതയിൽ സമാധാനത്തിൽ കഴിയുമായിരുന്നു. യുദ്ധങ്ങൾ എപ്പോഴും നടക്കുന്നത് കഷ്ണങ്ങൾ തമ്മിലുള്ള യുദ്ധമാണ്. പൂർണ്ണതയുടെ യുദ്ധം ലോകം കണ്ടിട്ടേയില്ല. യുദ്ധം നടക്കുന്നത് കഷ്ണങ്ങളുടെ കൂട്ടിമുട്ടലാണ്. ഇപ്പോൾ ഒരു ലോറിയും കാറും തമ്മിൽ കൂട്ടിയിടിക്കുന്നു. അതെന്താണ്? ഒരു കാറും ഒരു ലോറിയും ഗതാഗതത്തിന്റെ കഷ്ണങ്ങൾ മാത്രമാണ്. ഗതാഗതം എന്ന് പറയുന്ന പൂർണ്ണത, അതിനകത്ത് അപകടം ഉണ്ടാകാൻ സാധ്യമല്ല. യാതൊരു അപകടവും ഉണ്ടാകത്തില്ല. ഗതാഗതത്തിന്റെ പൂർണ്ണത മറ്റൊരു ഗതാഗതത്തിന്റെ പൂർണ്ണതയുമായി കൂട്ടിമുട്ടാനൊക്കെ അങ്ങനെ കാര്യം നമുക്ക് വിഭാവന ചെയ്യാൻ പറ്റും. ഗതാഗതത്തിന്റെ കഷ്ണങ്ങളായ കാറും ബൈക്കും തമ്മിൽ കൂട്ടിയിടിക്കാം, കാളവണ്ടിയും ലോറിയും തമ്മിൽ കൂട്ടിയിടിക്കാം, അല്ലെങ്കിൽ ഒരു കാൽനടക്കാരനും കാറും തമ്മിൽ ഇടിക്കാം. പക്ഷേ പൂർണ്ണതകൾ തമ്മിൽ കൂട്ടിയിടിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ്
എല്ലാറ്റിൻ്റെയും പൂർണ്ണത പ്രാപിക്കണമെന്നാണ് ആത്മീയതയുടെ ലക്ഷ്യമെന്നും അച്ചടക്കമെന്നും ക്രിസ്ത്യാനി ഇന്നും മനസ്സിലാക്കുന്നില്ല. യേശു ലോകത്തിൽ വന്നത് തന്നെ ഈ ലോകത്തിൽ മനുഷ്യൻ അനുഭവിക്കുന്ന എല്ലാ വേദനയുടെയും യാതനയുടെയും അടിസ്ഥാന കാരണം മനുഷ്യൻ ആ കഷ്ണങ്ങളിൽ, അപൂർണതയിൽ, അംശത്തിൽ മാത്രം പരിമിതപ്പെട്ട് കിടക്കുന്നു. അവനെ അങ്ങനെ അടിമയാക്കി വെക്കുന്ന സംവിധാനങ്ങൾ മാത്രമേ ഈ ഭൂമിയിലുള്ളൂ. മനുഷ്യനിർമ്മിതമായ എല്ലാ സംവിധാനങ്ങളും അംശീകരണത്തിൻ്റെ സംവിധാനങ്ങളാണ്, പൂർണ്ണതയെ നിരാകരിക്കുന്ന സംവിധാനങ്ങളാണ്. അതിൻ്റെ ഒരു ഉദാഹരണമായിട്ടാണ് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ ഞാൻ പരാമർശിച്ചതുപോലെ ലൗദോക്യ സഭയുടെ സാഹചര്യത്തിൽ യേശുവിന് ഈ സഭയുടെ ഉള്ളിൽ പ്രവേശിക്കാൻ അവകാശമില്ലാത്തത്. അതിൻ്റെ കാരണം പൂർണ്ണതയുടെ വ്യക്തിത്വമായ യേശുവിനെ ഉൾക്കൊള്ളുവാൻ ഒരു സഭയ്ക്കും കഴിയുകയില്ല എന്നതിൻ്റെ ആധികാരികമായ വെളിപ്പെടുത്തലാണ്. ഇത് വചനത്തിൽ കൂടെ നമുക്ക് ലഭിക്കുന്ന വെളിപ്പെടുത്തലാണ്. ഇതെൻ്റെ അഭിപ്രായമല്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഇതാണ് എൻ്റെ പരമമായ സത്യം. എന്തുകൊണ്ടാണ് യേശു എന്ന വാതിൽ സഭ എന്ന ഈ കെട്ടിടത്തിൽ ഫിറ്റ് ചെയ്യാത്തത്? അതാണ് മനസ്സിലാക്കേണ്ടത്. യേശു എന്ന വാതിൽ അകത്ത് കടക്കുവാനും വെളിയിലേക്ക് പോകുവാനും അനുവാദം അല്ലെങ്കിൽ സ്വാതന്ത്ര്യം നൽകുന്നതാണ്. സഭ എന്ന കെട്ടിടമോ അകത്തേക്ക് വരാൻ മാത്രം അനുവാദം നൽകുന്നതും വെളിയിൽ പോയാൽ നിന്നെ മുടക്കും, നിന്റെ മുഴങ്കാല് തല്ലി ഒടിക്കും എന്ന് പറയുന്നതുമാണ്. സഭകൾ സൃഷ്ടിക്കുന്ന ഇടുങ്ങിയ ചട്ടക്കൂടിനുള്ളിൽ കിടന്നുകൊണ്ട് സഭ പറയുന്ന കാര്യങ്ങൾ അതുപോലെ തത്ത ചൊല്ലുന്നത് പോലെ ചൊല്ലി, സഭ കാണിക്കുന്ന ആംഗ്യമനുസരിച്ച് കുരിശം വരച്ച് ബാറയ്ക്കുമുറവനും അടിച്ച് യാന്ത്രികമായ ചില ജൽപ്പനങ്ങൾ നടത്തി വീട്ടിൽ മര്യാദയ്ക്ക് മിണ്ടാതെ വീട്ടിൽ പോവുകയും സഭയുടെ സന്ധിപ്പിന് വേണ്ട ദൈവവേല ചെയ്യുന്നതിനുള്ള സംഭാവന കൊടുത്ത് അടങ്ങി നിന്നോണം എന്നതിനപ്പുറത്തൊന്നും ഇതിനകത്ത് വെക്കാൻ സാധ്യമല്ല എന്ന് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് മനസ്സിലാകുന്നത്? എനിക്കൊരു സഭയോടും ഒരു വിധത്തിലുമുള്ള അമർഷമുണ്ടായിട്ടല്ല ഞാൻ ഈ പറയുന്നത്. വ്യക്തികൾക്ക് വരുന്ന ഇടിവിൻ്റെ ഭീകരത കണ്ട് ഇനിയും മിണ്ടാതിരിക്കാൻ വയ്യാത്തത് കൊണ്ട് മാത്രം ഞാൻ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തുകയാണ്. ഇനിയും നാം യേശു എന്താണ് ചെയ്തത് എന്നല്പം ഒന്ന് പരിശോധിക്കാം. നമുക്ക് സുവിശേഷങ്ങൾ പരിചിതമായതുകൊണ്ട് ഓരോരോ ഭാഗങ്ങൾ പ്രത്യേകം ഉദ്ധരിച്ച് പറയേണ്ട കാര്യമില്ല. യേശു തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ ആളുകളെ തന്നിലേക്ക് വിളിക്കുന്നു. നിങ്ങൾ എന്നിലേക്ക് വരുവീൻ, അല്ലെങ്കിൽ എന്നെ അനുഗമിപ്പീൻ. ശിമോനും അവൻ്റെ സഹോദരൻ അന്ത്രയോസും ഗലീല കടലിൽ മീനൊക്കെ പിടിച്ച ശേഷം പടവിലിരുന്ന് അവർ വലം നന്നാക്കിക്കൊണ്ടിരിക്കുമ്പോൾ യേശു അതിലെ ഒന്ന് പറയുന്നത്, നിങ്ങൾ എന്നെ അനുഗമിപ്പീൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. എന്നെ അനുഗമിപ്പീൻ, വരുവീൻ വരുവീൻ. എന്നാൽ അത് മാത്രമല്ല യേശു പറയുന്നത്, പോകുവീൻ എന്നും പറയുന്നുണ്ട്. പോകുവീൻ. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിന് 16-ാം വാക്യം, പോകുവീൻ, ചെന്നാക്കളുടെ ഇടയിൽ കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ലോകത്തിലേക്ക് നിങ്ങൾ പോകണം. നിങ്ങൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നും തുലവും വ്യത്യസ്തമായിരിക്കുന്ന അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ലോകത്തിലേക്ക് നിങ്ങൾ പോകണം. ഞാൻ നിങ്ങളെ വിളിക്കുന്നത് തന്നെ നിങ്ങളെ അയക്കാനാണ്. മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ നാം ഇന്ന് കാണുന്നു, തന്റെ ശിഷ്യന്മാരെ വിളിക്കുന്നത് അവനോട് കൂടെ ആയിരിക്കാനും അവരെ അയക്കുവാനുമാണ് എന്ന് ഒരേ വാക്യത്തിൽ പറയുകയാണ്. അപ്പോൾ യേശു വിളിച്ചാൽ ആ വിളിയിൽ അയക്കുന്ന അനുഭവമുണ്ട് എന്ന് ക്രിസ്ത്യാനി അല്പം പോലും മനസ്സിലാക്കുന്നില്ല. എന്നാൽ യേശുവിൻ്റെ ശുശ്രൂഷയുടെ കാഴ്ചപ്പാടിൻ്റെ, യേശുവിൽ കൂടെ വെളിപ്പെട്ടു വന്ന ആത്മീയതയുടെ ആധികാരിക സ്വഭാവം എന്താണ്? വിളിക്കുന്നതും അയക്കുന്നതും ഒന്നാണ് എന്നത് തന്നെയാണ്. അതിൻ്റെ പേരാണ് കതക്, വാതിൽ എന്നുള്ളത്. വാതിൽ അല്ലാതെ നിങ്ങളൊരു വീടുണ്ടാക്കി ഒരു ദിശയിലേക്ക് മാത്രം പോകാൻ നിങ്ങളെ അനുവദിക്കുന്ന ഒരു കതക് അവിടെ ഫിറ്റ് ചെയ്താൽ നിങ്ങൾ ആ വീടുണ്ടാക്കിയത് പൂർണ്ണ നഷ്ടം. നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധ്യമല്ല. മനുഷ്യ ഉപയോഗത്തിന് ഇത് ഉതകുന്നതാകണമെങ്കിൽ അകത്തേക്ക് പ്രവേശിക്കുവാനും വെളിയിലേക്ക് പോകുവാനും നിങ്ങളെ സഹായിക്കുന്ന ഒരു ഉപകരണമായിട്ടാണ് നിങ്ങൾ വാതിലുണ്ടാക്കേണ്ടത്. അല്ലാതെ നിങ്ങൾ അകത്തേക്ക് പ്രവേശിച്ചിട്ട് വെളിയിലേക്ക് പോകുവാൻ നിങ്ങളെ അനുവദിക്കാത്ത വാതിൽ ഫിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് പിന്നെ നിങ്ങൾ സൃഷ്ടിച്ചെടുക്കുന്നത് ഭവനമല്ല, കാരാഗ്രഹമാണ്. അതുകൊണ്ടാണ് സഭകൾ മനുഷ്യരുടെയും മനുഷ്യത്വത്തിൻ്റെയും കാരാഗ്രഹങ്ങളായി ഇന്ന് ആയിത്തീരുന്നത്.
ഇത് ഇപ്പോൾ തുടങ്ങിയ സോക്കേടല്ല, പണ്ട് തൊട്ടേ സംഘടിതമായ മതങ്ങൾ ഇങ്ങനെയായിരുന്നു. അതുകൊണ്ടാണ് യേശു തിരിച്ചറിഞ്ഞത്, മനുഷ്യൻ യഥാർത്ഥത്തിൽ ആത്മീകമായ സ്വാതന്ത്ര്യം അനുഭവിക്കണമെങ്കിൽ അവനെ മതത്തിൽ നിന്ന് വിടുവിക്കണം. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിലെ 18-ാം വാക്യത്തിൽ ഞാൻ ബെത്സരെ വിടുവിക്കാൻ വന്നു എന്ന് യേശു വിളിച്ചു പറയുമ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അർത്ഥം മനുഷ്യരെ മതത്തിൻ്റെ കീഴിലുള്ള അവരുടെ അടിമത്വത്തിൽ നിന്ന് വിടുവിക്കാനാണ് താൻ വന്നതെന്നത് തന്നെയാണ്. രാഷ്ട്രീയമായ വിടുതലിനെ പറ്റി യേശു ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. മനുഷ്യനെ മതത്തിന്റെ അടിമത്വത്തിൽ നിന്ന് വിടുവിക്കാനാണ് ഞാൻ വന്നതെന്നാണ് യേശു പറഞ്ഞത്. പറയുക മാത്രമല്ല, തൻ്റെ 3.5 വർഷം നീണ്ടു നിന്ന പരസ്യ ശുശ്രൂഷയിലെ ഏത് അംശം പരിശോധിച്ചാലും അതിൻ്റെ ആകത്തുക പരിശോധിച്ചാലും യാതൊരു സന്ദേഹത്തിനും ഇടമില്ലാതെ നമുക്ക് മനസ്സിലാകുന്ന കാര്യം, യേശുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം, ഒരുപക്ഷെ ഏക ലക്ഷ്യം, ഈ ലോകത്തിലായിരിക്കുമ്പോൾ മനുഷ്യൻ മത സംവിധാനങ്ങളുടെ അടിമയാകരുത്. കാരണം അടിമകൾക്ക് ദൈവത്തെ അറിയുവാനോ അന്വേഷിക്കുവാനോ ആത്മാവിലും സത്യത്തിലും ആരാധിപ്പാനോ സാധ്യമല്ല എന്ന് മാത്രമല്ല, അവർക്ക് മനുഷ്യത്വത്തിൻ്റെ കണിക പോലും കാണാൻ കഴിയുകയില്ല. അതുകൊണ്ട് മനുഷ്യർക്ക് സംഭവിക്കാവുന്ന ഏറ്റവും വലിയ അപകടം, ഏറ്റവും വലിയ അപമാനം, ഏറ്റവും വലിയ അധപ്പതനം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ പേരിൽ അവരെ അടിമകളാക്കി വെച്ച് കറവ പശുക്കളെ പോലെ ഉപയോഗിക്കുന്ന മത സംവിധാനത്തെ അവൻ്റെ രക്ഷയുടെ ഹേതുവായി കണ്ട് ഈ അന്ധകാരത്തിൻ്റെ അവസ്ഥയിൽ തുടർന്നുകൊണ്ടേയിരിക്കുന്ന ഈ അവസ്ഥയാണ് ഏറ്റവും അസഹനീയമായ അനീതിയായി യേശു മനസ്സിലാക്കിയത്. ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാൻ സുവിശേഷങ്ങൾ പഠിക്കുമ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, യേശുവിൻ്റെ ഓരോ വാക്കിലും സുവിശേഷങ്ങളുടെ ആകത്തുകയുണ്ട്. അത് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് യേശുവിൻ്റെ പഠിപ്പീരുകളുടെ വ്യാപ്തി എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ആജീവനാന്തം ആംഗലേയ സാഹിത്യം പഠിക്കുകയും അതിന് ഉപോത്ബലകമായി അതിനെ സഹായിക്കത്തക്കവണ്ണം അനേക അറിവ് ശാഖകളെ അന്വേഷിക്കുകയും ചെയ്ത്, പ്രത്യേകിച്ച് ഫിലോസഫി, സോഷ്യോളജി, ആന്ത്രോപോളജി, സൈക്കോളജി അങ്ങനെയുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് മനസ്സിലാക്കുകയും ചെയ്യാൻ ശ്രമിച്ച ഒരു വ്യക്തി എന്നതിൽ, വലിയ വിജയമൊന്നും പ്രാപിച്ചെന്ന് ഞാൻ പറയുന്നില്ല, അങ്ങനെ ശ്രമിച്ച ഒരു വ്യക്തി എന്നതിൽ എനിക്ക് പറയാൻ കഴിയുന്നത് ഇത് അത്ഭുതങ്ങളിൽ അത്ഭുതമാണ്. എന്നെ സംബന്ധിച്ച് ഇത് അത്ഭുതങ്ങളിൽ അത്ഭുതമാണ്. യേശുവിൻ്റെ ഓരോ വാക്കിലും സുവിശേഷത്തിൻ്റെ പൂർണ്ണതയുണ്ട്. പക്ഷെ അത് തിരിച്ചറിയാൻ നമുക്ക് കഴിയണമെങ്കിൽ നമുക്ക് അന്വേഷണ ബുദ്ധി ഉണ്ടാകണം. അന്വേഷിപ്പിൻ നിങ്ങൾ കണ്ടെത്തും. പക്ഷെ അന്വേഷിക്കുന്നതാണ് ഏറ്റവും വലിയ പാപമെന്നാണ് സഭ നമ്മളെ ആദ്യം മുതലേ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പുരോഹിതന്റെ വായിൽ നിന്ന് വീഴുന്ന മുത്തുകൾ മാത്രം പെറുക്കി, അല്ലെങ്കിൽ അപ്പക്കഷ്ണങ്ങൾ മാത്രം പെറുക്കി കഴിച്ച് നീ നിന്നാൽ മതി, അതിനപ്പുറത്ത് പോയാൽ നീ നരകത്തിലോട്ട് കാല് തെറ്റി വീഴും എന്ന് പഠിപ്പിക്കുന്ന ഈ പൈശാചികമായ നിലപാടാണ് മനുഷ്യന്റെ അധപ്പതനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് ഏവരെയും അറിയിക്കാനുള്ള കടമ എനിക്കുണ്ട്. അപ്പോൾ വഴി എന്ന് പറയുമ്പോൾ ഇനി പ്രത്യേകമായി ശ്രദ്ധിക്കുക. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം നമുക്ക് മനഃപ്പാഠമാണ്. എന്താണ്? ദൈവം ലോകത്തെ സ്നേഹിച്ചു, തൻ്റെ ഏകജാതനായ പുത്രനെ ലോകത്തിന് നൽകുവാൻ തക്കവണ്ണം അവൻ ലോകത്തെ സ്നേഹിച്ചു. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തൻ്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്നാണ് പറയുന്നത്. സഭ എന്താണ് പഠിപ്പിക്കുന്നത്? ലോകത്തെ നിങ്ങൾ വെറുക്കണം, ലോകം അപകടമാണ്, അന്ധകാരമാണ്, അങ്ങോട്ട് പോകരുത്, ഞങ്ങളുടെ വേലിക്കപ്പുറത്തോട്ട് നിങ്ങൾ നോക്കരുത്. അവിടെയും പ്രശ്നം ഇതാണ്, സഭയുടെ വാതിൽ ഒരു സൈഡിലോട്ട് മാത്രമേ തുറക്കത്തുള്ളൂ. അതെന്താണെന്ന് ചോദിച്ചാൽ, സഭയുടെ ഉള്ളിലേക്ക് നിങ്ങളെല്ലാവരും ഇങ്ങോട്ട് പോരുവീൻ, ഇങ്ങോട്ട് പോരുവീൻ, ഇങ്ങോട്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ ഇങ്ങോട്ട് തരുവീൻ, ഇങ്ങോട്ട് തരുവീൻ, ഇങ്ങോട്ട് തരുവീൻ. അങ്ങോട്ട് വല്ലതും തരാനാണോ? അതൊന്നുമില്ല, അത് ചോദിക്കും. അതിൻ്റെ ഒരു നല്ല ഉദാഹരണമാണ് കോവിഡ് വന്ന് നമ്മുടെ ആളുകൾ വിവിധ സ്ഥലങ്ങളിൽ പെട്ടുപോയ, പ്രത്യേകിച്ച് ഈ അറബി രാജ്യങ്ങളിലൊക്കെ പോയി. നല്ലൊരു ഒരു വീഡിയോയെ പറ്റി ഞാൻ മറ്റൊരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ കുവൈറ്റിൽ നിന്നൊരു നിസ്സഹായ അവസ്ഥയിൽ ഒരു മാർത്തമ വിശ്വാസി എങ്ങനെയോ ഫോണിൽ വിളിച്ച് അന്നത്തെ മെത്രാപ്പൊലീത്തായിരുന്ന അറേനിയസിന് വേണ്ടി, മെത്രാപ്പൊലീത്തയൊക്കെ ഫോണിൽ വിളിച്ച് കിട്ടുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമൊന്നുമില്ല. അദ്ദേഹത്തിനാണ് വലിയ ഭാഗ്യം നിറഞ്ഞിരുന്ന സമയത്ത് ഫോൺ കണക്ഷൻ കിട്ടി. അപ്പോൾ അദ്ദേഹം മെത്രാപ്പൊലീത്തയോട് കാലിൽ പിടിച്ച് അപേക്ഷിക്കുകയാണ്, ഞങ്ങളിങ്ങനെ വല്ലാത്ത ദുരവസ്ഥയിലാണ്, ഞങ്ങൾ ഗതിമുട്ടി നിൽക്കുകയാണ്, ഞങ്ങൾക്ക് സഹിക്കാൻ വയ്യ
ഒരു ആശ്വാസവാക്ക് പറയണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം കോപിക്കുകയാണ്. എന്നെ കൊണ്ടൊക്കാത്ത കാര്യമൊന്നും ഇങ്ങോട്ട് പറയണ്ട, എനിക്ക് വേറെ ചുമതലയുണ്ടെന്നാണ് പറയുന്നത്. അത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ജനങ്ങൾക്ക് അങ്ങോട്ട് എന്തെങ്കിലും കൊടുത്ത് സഭ പഠിച്ചിട്ടില്ല. അതുകൊണ്ടാണ്. അതിനാണ് ഞാൻ തെണ്ടലെന്ന് പറയുന്നത്. എക്കാലത്ത് ഞാൻ തെണ്ടൽ എന്ന് പറയുന്നത് ഒരു 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 ഭിക്ഷ യാചിച്ചിരിക്കുന്ന ഒരു മനുഷ്യന്റെ അവസ്ഥ എന്താണ്? ഇങ്ങോട്ട് മാത്രം അവന് ഒരു സൈഡിലോട്ട് മാത്രം തുറക്കുന്ന ഒരു വാതിലിന്റെ വഴിയരികെയുള്ള ആവിഷ്കാരമാണ് ഈ ധർമ്മക്കാരൻ എന്ന് നമ്മൾ പറയുന്നത്. അതിന്റെ വിശാലമായ ഒരു ആശയമാണ് തെണ്ടി എന്നുള്ളത്. ധർമ്മക്കാരല്ലാത്തവരും തെണ്ടിയാണ്. ഇപ്പം മന്ത്രിയും തെണ്ടിയാണ്, IAS കാരനും തെണ്ടിയാണ്, പോലീസ് മേധാവിയും തെണ്ടിയാണ്. എങ്ങനെ തെണ്ടിയാകാം? എങ്ങനെ? ഇങ്ങോട്ട് മാത്രം. സർക്കാർ ഓഫീസിലിരുന്ന് കൈക്കൂലി വാങ്ങിച്ചാൽ മാത്രമേ എൻ്റെ കണ്ണ് തുറന്ന് എൻ്റെ ഫയലിൽ നോക്കത്തുള്ളൂ എന്ന് പറയുന്നതാണ് ശുദ്ധ തെണ്ടിയാണ്. അവന് ഈ ഒരു വൺ വേ ട്രാഫിക് അവനെ അങ്ങനെ പഠിപ്പിച്ചതും മതമാണ്. നിങ്ങൾ ഏത് മതത്തിലുമുള്ളവരായിക്കൊള്ളട്ടെ, മനുഷ്യൻ ഏകപക്ഷീയമായി മാത്രം ചിന്തിക്കണമെന്നും പ്രവർത്തിക്കണമെന്നും മനുഷ്യനെ പഠിപ്പിച്ചത് മതം മാത്രമാണ്. അവിടെ നിന്നാണ് രാഷ്ട്രീയത്തിലേക്ക് ഈ വിഷം ഇരച്ചു കയറിയത് എന്ന് മനസ്സിലാക്കി. അപ്പോൾ ഈ ഒരു ദുരവസ്ഥയെ മനസ്സിലാക്കിയിട്ട് അതിൽ നിന്ന് മനുഷ്യർക്ക് വിടുതൽ പ്രാപിച്ചാൽ മാത്രമേ അവർ യഥാർത്ഥത്തിൽ മനുഷ്യരെ തീരുകയുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞ വ്യക്തിയുടെ പേരാണ് യേശുക്രിസ്തു എന്നുള്ളത്. പക്ഷെ ആ യേശുവിൻ്റെ പേരിലാണ് വീണ്ടും അതിനേക്കാൾ പണ്ട് ആരും കണ്ടിട്ടില്ലാത്ത വലിയൊരു വാതിലങ്ങ് പണിത് വെച്ചിരിക്കുകയാണ്. എന്താണ്? അകത്തോട്ട് മാത്രം തുറക്കുന്ന വാതിൽ. എല്ലാവരും ഇങ്ങോട്ട് കയറിക്കോ. അതിൻ്റെ മറ്റൊരു ഭാഗമാണ് നമ്മുടെ ഈ മതപരിവർത്തന കച്ചവടം. ഭരണഘടന 25-ാം അനുച്ഛേദത്തിൽ എല്ലാ വ്യക്തികൾക്കും അവരുടെ മനസാക്ഷി അനുസരിച്ച് ഏത് മതവും പ്രചരിപ്പിക്കാനുള്ള അവകാശമുണ്ട്. അപ്പം അങ്ങനെ നമുക്ക് അത് അവലംബിച്ച് കടന്നു ചെന്ന് ഹിന്ദുക്കളുടെയോ മുസ്ലിങ്ങളുടെയോ ഒക്കെ ഇടയിൽ സുവിശേഷം പ്രചരിപ്പിച്ച് അവരെ സഭയുടെ ഉള്ളിൽ, യേശുവിലേക്കല്ല സഭയിലേക്ക് ചേർക്കാനുള്ള അവകാശം നോക്കും. എന്നാൽ അതേ അനുച്ഛേദത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആരെങ്കിലും വന്ന് നമ്മുടെ ഇടയിൽ വന്ന് അവരുടെ മതത്തിൻ്റെ നല്ല കാര്യങ്ങൾ പറയാൻ നമ്മൾ അവരെ അനുവദിക്കില്ല, ഒരിക്കലുമില്ല. പക്ഷെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ കേൾക്കണമെന്ന് നമുക്ക് വലിയ താല്പര്യമുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണം, എൻ്റെ അനുഭവം ഞാൻ നിങ്ങളോട് പറഞ്ഞാണ്. വലിയ നമ്മൾ എല്ലാവരും വിലമതിക്കുന്ന മാരാമൺ കൺവെൻഷനിൽ അവിടെ മണക്ക് 15,000 ഹിന്ദുക്കൾ വന്ന് സുവിശേഷം കേൾക്കുന്നുണ്ട്. അതുപോലെ അഭിമാനത്തോടും നിർവൃതിയോടും കൂടെ മുൻപിലത്തെ മെത്രാപ്പോലീത്തായിരുന്ന ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം തിരുമേനി എന്നോട് പറഞ്ഞു. എന്നാൽ അതേസമയം തന്നെ മാരാമണ്ണ് അവസാനിക്കുമ്പോൾ ആരംഭിക്കുന്ന ചെറുകോൽപ്പുഴ കൺവെൻഷൻ, അത് ഹിന്ദുക്കളുടെ കൺവെൻഷനാണ്. അതിനെപ്പറ്റി ഒരു ക്രിസ്ത്യാനി താല്പര്യം കാണിച്ചാൽ അത് വലിയ പാപമാണ്. അവരെ ദൈവം അനുഗ്രഹിക്കണമേ എന്നാരെങ്കിലും പ്രാർത്ഥിച്ചാൽ അത് വലിയ പാപമാണ്. ഇത് ഹിന്ദുക്കൾ അനുഗ്രഹിക്കപ്പെടണമേ എന്നൊരു ക്രിസ്ത്യാനി ആഗ്രഹിക്കുന്നത് പാപമാണ് എന്ന ധാരണയുണ്ടായത് സഭകളുടെ വാതിൽ ഒരു സൈഡിലോട്ട് മാത്രം തുറക്കുന്നത് കൊണ്ടാണ്. നിങ്ങൾക്ക് എന്താണ് മനസ്സിലാകുന്നത്? അതുകൊണ്ടാണ് ലോകം പോയി കുഴി ചെന്ന് വീഴട്ടെ, ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യം മാത്രം നോക്കിയാൽ മതി എന്ന ധാരണ ക്രിസ്ത്യാനി പ്രാർത്ഥിച്ചു. യേശു അങ്ങനെ ആയിരുന്നില്ല. അവൻ ലോകത്തെ സ്നേഹിച്ചു. മനുഷ്യർക്ക് മറ്റുള്ളവരെന്ത് ലേബിൾ ഒട്ടിച്ചാലും അതെന്നെ ബാധിക്കുന്നതല്ല, എല്ലാവരെയും ഒരുപോലെ ഒരേ കണ്ണിൽ കാണുകയും തുല്യമായി അവരെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്ത് അവർക്ക് വിടുതലും അനുഗ്രഹവും കോരിവാരി കൊടുക്കുക എൻ്റെ കടമയാണെന്ന് അറിഞ്ഞ് പ്രവർത്തിച്ച, കടന്നു ചെന്ന് നന്മ ചെയ്തൊരു വ്യക്തിയുടെ പേരാണ് യേശുക്രിസ്തു എന്നുള്ളത്. അവൻ ശിലോഹാമാണ്, അയക്കപ്പെട്ടവനാണ്. അല്ലാതെ ഒരു മൂലയിൽ നിങ്ങളെല്ലാം എൻ്റെ അടുത്ത് വരണമെന്ന് പറഞ്ഞവനല്ല. അവൻ കടന്നു ചെന്ന് ഓടി നടന്ന് നന്മ ചെയ്തവനാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ഞാൻ വാതിലാണ് എന്ന് പറയാൻ സാധ്യമാകൂ. ഈ ഒരു മർമ്മം ക്രിസ്തുമതം മനസ്സിലാക്കാതെ, ക്രിസ്ത്യാനികൾ മനസ്സിലാക്കാതെ കാരമുള്ള ഉപ്പായ തീരുവാൻ നമുക്ക് സാധ്യമല്ല. നമ്മുടെ ഉള്ളിൽ നിന്ന് എന്തെങ്കിലും നന്മ പ്രവഹിച്ച് നാം വസിക്കുന്ന സമൂഹത്തിനോ രാഷ്ട്രത്തിനോ ഒരു വിടുതലോ അനുഗ്രഹമോ ഉണ്ടാകുവാൻ സാധിക്കാത്തതിൻ്റെ കാര്യം നമ്മൾ ഈ ഒരു വശത്തേക്ക് മാത്രം തുറക്കുന്ന വാതിലായിട്ട് ഇങ്ങനെ അഭിരമിച്ച് നിൽക്കുന്നത് കൊണ്ടാണ്. അത് നിങ്ങളുടെ സഭകളോടുള്ള ബന്ധത്തിൽ നിങ്ങൾ അനുദിനം അനുഭവിക്കുന്ന സങ്കടമാണ്. പക്ഷെ നിങ്ങളിത് അറിഞ്ഞിട്ടും അറിയാതെ വിധത്തിൽ കണ്ണടച്ച് നടക്കുന്നവരാണ്. കാരണം അത് അടിമത്വത്തിന്റെ
അനുഭവമാണ്. അതുകൊണ്ടാണ് നാം അടിമകളായതുകൊണ്ടാണ്. ഇതിനപ്പുറത്ത് എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന് അന്വേഷിക്കാൻ പോലും അവകാശമില്ലാത്ത ജന്മന അടിമകളായ ആളുകളെയാണ് നാം വിശ്വാസികളെന്ന് പറയുന്നത്. ഈ ഒരു അപലപനീയമായ നമ്മെ ഞെട്ടിപ്പിക്കുന്ന അവസ്ഥയെപ്പറ്റി നമുക്ക് ബോധമുണ്ടാകണം, ചിന്തയുണ്ടാകണം. യേശു വിഭാവന ചെയ്ത അവസ്ഥയ്ക്ക് ഇത് ഘടകവിരുദ്ധമാണ്. യേശുവാണ് നമ്മുടെ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനൊക്കെ അർത്ഥം അറിയാതെ നാം ജൽപ്പിക്കുന്നുണ്ട്. ആ യേശു തന്നെ പറ്റി പറയുന്നത്, ഞാൻ വാതിലാണ്, 2 വഴിയിലേക്ക് നിങ്ങൾക്ക് പോകാം എന്ന് മാത്രവുമല്ല, പോകാമെന്ന് മാത്രമല്ല, നിങ്ങൾ പോകണം. നിങ്ങൾ പുതിയ പുതിയ മേച്ചിൽപ്പുറം കണ്ടെത്തണം. നിങ്ങൾ പുതിയ മേച്ചിൽപ്പുറം കണ്ടെത്തണമെന്ന് ഏതെങ്കിലും ഒരു മെത്രാനോ കത്തനാരോ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? പറയുമോ? ഞങ്ങൾ കഴിഞ്ഞ 1500-2000 വർഷമായിട്ട് ഇട്ടുകൊണ്ടിരുന്ന വൈക്കോല് മാത്രം തിന്ന്, ഞങ്ങൾ ഉണ്ടാക്കുന്ന കാടി മാത്രം കുടിച്ച് ബാറയ്ക്കറോൺ അടിച്ചവിടെ ഇരുന്നു എന്നല്ലേ പറയത്തുള്ളൂ. വേറെ ഏതെങ്കിലും മേച്ചിൽപ്പുറം ഉണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ അവിടെ ഓടി രക്ഷപ്പെട്ടോണമെന്നല്ലേ പറയത്തുള്ളൂ. പുതിയ പുതിയ അനന്തമായ മേച്ചിൽപ്പുറങ്ങളുടെ ഉടമയാണ് ദൈവം. 23-ാം സങ്കീർത്തനം നമുക്ക് വളരെ ഇഷ്ടമാണ്. എന്താണ്? പച്ചയായ മേച്ചിൽപ്പുറത്തേക്ക് അവൻ എന്നെ നടത്തുന്നു. അയ്യോ, സഭകൾ വാളുമെടുത്ത് ഓടി വരും വെട്ടിക്കൊല്ലാൻ. പച്ചയായ മേച്ചിൽപ്പുറമോ? ഒയ്യോ, ഞങ്ങളെ നശിപ്പിക്കാൻ വിരുദ്ധം വന്നിരിക്കുന്നേ എന്ന് പറയും അല്ലേ? പച്ചയായ മേച്ചിൽപ്പുറം. അങ്ങനെ പച്ചയായ മേച്ചിൽപ്പുറം കാണിച്ചൊരു വ്യക്തിയുടെ പേരാണ് മാർട്ടിൻ ലൂതർ. അവനെ കൊന്നൊടുക്കാനായിട്ട് കത്തോലിക്ക സഭ നടത്തിയ പരാക്രമം നമുക്കൊക്കെ അറിയാം. അങ്ങനെ പച്ചയായ മേച്ചിൽപ്പുറം ഇംഗ്ലീഷുകാരെ കാണിക്കാൻ ശ്രമിച്ച ഒരു വ്യക്തിയുടെ പേരാണ് വൈക്ലിഫ് എന്നാണ്. അദ്ദേഹത്തെ കൊന്നൊടുക്കാനായിട്ട് അന്നത്തെ സഭ നടത്തിയ പരാക്രമത്തെ പറ്റി ഞാൻ ഇതിന് മുമ്പ് 2 വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെ മനുഷ്യനെ അവരറിഞ്ഞിരിക്കുന്ന ഉണക്ക ഇടങ്ങളിൽ നിന്ന് പച്ചയായ മേച്ചിൽപ്പുറങ്ങൾ കണ്ടെത്തുവാൻ പ്രേരിപ്പിച്ചിട്ടുണ്ടോ? അവരെ എല്ലാം സഭ കൊന്നൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, കത്തി എരിച്ച് പുകയാക്കി കളഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പേരാണ് ഇൻക്വിസിഷൻ എന്നുള്ളത്. ഇന്ന് പിന്നെ അങ്ങനെ ഇൻക്വിസിഷൻ നടത്താനുള്ള സാഹചര്യമില്ലാത്തതുകൊണ്ട് അവനെ കൊല്ലാതെ കൊന്നുകളയും, അവനെ അങ്ങ് ഓസ്ട്രസൈസ് ചെയ്ത് കളയും. അയ്യോ, അവനെ തൊട്ടാൽ നിങ്ങൾ നരകത്തിൽ പോകുമെന്ന് പഠിപ്പിച്ച് അത് കേട്ട് അതുപോലെ വിഴുങ്ങി നടക്കുന്ന മണ്ണവിശ്വാസികൾ. ഇതൊക്കെ സൃഷ്ടിച്ചു വെച്ചത് യേശുവിൻ്റെ വ്യക്തിത്വത്തെ മനസ്സിലാക്കാൻ ആരും കൂട്ടാക്കാത്തത് കൊണ്ട് തന്നെയാണ്. നിങ്ങൾ ഒരു മനുഷ്യനിർമ്മിതമായ ചട്ടക്കൂടിനുള്ളിൽ അടയ്ക്കപ്പെട്ട് അടിമകളെ പോലെ ഇരുന്ന് നിങ്ങൾ മൊണ്ണകളായി തീരണമെന്ന് ദൈവം ഉദ്ദേശിക്കുന്നില്ല. സത്യം സത്യം സത്യം. ഇനിയും സഭാ ജീവിതത്തെ പറ്റി പഴയ നിയമത്തിനുള്ളൊരു ദർശനം കൂടെ ഒന്ന് സൂചിപ്പിച്ച് ഞാൻ ഈ ചിന്ത അവസാനിപ്പിക്കാം. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ സഭ എന്നാൽ എന്തായിരിക്കണം, മനുഷ്യന്റെ ആത്മീയമായ കൂട്ടായ്മ എന്തായിരിക്കണം എന്നതിൻ്റെ ഒരു കാവ്യാത്മകമായ ആവിഷ്കാരമുണ്ട്. അത് പ്രവാചകൻ നൽകുന്ന ദർശനം എന്താണ്? ദേവാലയത്തിൻ്റെ ഉമ്മറപ്പടിയുടെ അടിയിൽ നിന്ന് ഒരു നദി ഉത്ഭവിക്കുന്നു. അത് ഉത്ഭവിക്കുമ്പോൾ ഒരു ചെറിയ ജലപ്രവാഹമാണ്. അത് ദേവാലയത്തിൻ്റെ പരിസരത്ത് നിന്ന് ഒഴുകി 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 ദൂരത്തേക്ക് ലോകത്തിലേക്ക് പോകുകയാണ്. അതങ്ങനെ ലോകത്തിലേക്ക് ഒഴുകി പോകുമ്പോഴാണ് അതിന് ആഴം വർദ്ധിക്കുന്നത്. അപ്പോൾ മാത്രമാണ് അതിൻ്റെ നല്ലതായ സാധ്യതകൾ വെളിപ്പെട്ടു വന്ന് ആ നദി പ്രവഹിക്കുന്നിടത്തൊക്കെയും പുതിയ പുതിയ ജീവന്റെ പ്രതിഭാസങ്ങൾ ഉടലെടുക്കുന്നത്. അതിൻ്റെ ഇരുകരകളിലും വൃക്ഷങ്ങൾ തഴച്ചു വളരുന്നു, അതിൻ്റെ ഇലകൾ ലോകത്തിൻ്റെ രോഗശാന്തിക്ക് ഉതകുന്നത്. ഇങ്ങനെയുള്ള സാധ്യതകൾ ഉൾക്കൊള്ളുവാൻ പര്യാപ്തമായ അതിന് ധൈര്യം കാണിക്കുന്ന ഏതെങ്കിലും സഭയുണ്ടെങ്കിൽ പറ, എനിക്ക് അവിടെ വന്ന് എൻ്റെ ശിഷ്ടമുള്ള നാൾ അവിടെ തന്നെ കഴിയണമെന്ന് താല്പര്യമുണ്ട്. അതിന് പകരം ജനങ്ങളെ വെറും ആടും മാടും പോലെ ആക്കി വെച്ചിരിക്കുകയാണ്. സഭയുടെ വേലിക്ക് അപ്പുറത്തൊന്ന് കാല് ചവിട്ടിയാൽ നീ നരകത്തിൽ പോകും, നീ അവിശ്വാസിയായി തീരും എന്ന് പഠിപ്പിക്കുന്നു. എന്നാൽ മനുഷ്യന്റെ ജീവിതം 99% ഈ ലോകത്തിൽ തന്നെയാണ്. സഭ മൂലം ആരും 2 നേരം കഞ്ഞി കുടിക്കുന്നില്ല. അത് ഈ ലോകത്തിൽ അധ്വാനിച്ചിട്ടാണ്. അവിടെ അധ്വാനത്തിന്റെ വംശം പറ്റിയിട്ടാണ് ഈ ലോകത്തെ വെറുക്കണം, ലോകത്തിലോട്ട് നിങ്ങൾ നോക്കരുതെന്ന് പറയുന്ന ആളുകൾ സമർത്ഥമായ ഭക്ഷണം കഴിക്കുകയും കുംഭകുറിപ്പിച്ചിരിക്കുന്നതും വലിയ വലിയ കാറുകളിൽ നടക്കുന്നതും മണിമേടയിൽ താമസിക്കുന്നതും ഇങ്ങനെയുള്ള ഈ ഹിപ്പോക്രസി അത് കണ്ടിട്ടെങ്കിലും നാം മനസ്സിലാക്കണം, ഈ പറയുന്നതിൽ യാതൊരു സത്യവുമില്ല. അതുകൊണ്ട് യേശു ആരാണ്?
അവൻ വാതിലാണ്. അകത്തേക്ക് പ്രവേശിക്കുവാനും പുറത്തേക്ക് പോകുവാനും പുതിയ മേച്ചിൽപ്പുറങ്ങൾ കണ്ടെത്തുവാനും മനുഷ്യർക്ക് അവകാശം നൽകുന്ന മനുഷ്യത്വത്തിൻ്റെ നിതാന്തമായ വെളിച്ചത്തിൻ്റെ പേരാണ് യേശു. ആ യേശുവിനെ ഞാൻ അറിയുന്നു, ആ യേശുവിനെ ഞാൻ ആദരിക്കുന്നു. ആ യേശുവിനെ വേണ്ടതുപോലെ അനുഗമിപ്പാൻ എനിക്ക് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏവർക്കും നമസ്കാരം.